Hello guys and welcome to my YouTube channel. This is my first video. ഇതിനു മുമ്പ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് അങ്ങനെ വീഡിയോസ് ഇട്ടിട്ടില്ല, ഷോർട്സ് മാത്രമേ ഉള്ളൂ. ഇത് ഇപ്പം തന്നെ ഈ ക്യാമറയുടെ ആംഗിൾ ഇങ്ങനെ നമ്മൾ ഹൊറിസോണ്ടൽ രീതിയിൽ വെച്ചിട്ട് തന്നെ എങ്ങോട്ടേക്ക് നോക്കണമെന്ന് കൂടി അറിയാൻ മേല. ബട്ട് എനിവേ, ഹോപ്പ് എവരി വൺ ഈസ് ഡൂയിങ് ഗ്രേറ്റ്. ആൻഡ് ഇവിടെ സ്പ്രിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതുവരെ ആലോചിക്കാത്ത ഒരു കാര്യമാണ്. ബിക്കോസ് ഐ എം നോട്ട് റിയലി ഇൻ ടു കുക്കിംഗ്. എനിക്ക് കുക്കിംഗ് ഇങ്ങനെ അത്രയ്ക്ക് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല. ബട്ട് ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഐ വോണ്ട് ടു ട്രൈ സംതിങ് ന്യൂ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ബേക്കിങ്ങിൽ നിന്ന് തുടങ്ങാമെന്ന്. കുറച്ച് യൂട്യൂബ് വീഡിയോസിൻ്റെ റെഫറൻസ് ഒക്കെ എടുത്ത് സാധനമൊക്കെ മേടിച്ചൊക്കെ വെച്ചിരിപ്പുണ്ട്. I'm actually going to bake croissant. Ipo Prashant, if you know, you know. So welcome to my YouTube channel once again. So നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഓൾ പർപ്പസ് ഫ്ലവർ ആണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് അൺസോൾട്ടഡ് ബട്ടർ, ഈ ഫ്ലോറും ഈ ബട്ടറും ആയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ആവണം. ആൻഡ് ദിസ് ഇസ് ഈസ്റ്റ്. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് മാത്രം കാണരുത്. ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ എം ട്രൈയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഇതിൻ്റെ അളവ് ഞാൻ നോക്കാണ്ടാണ് ചെയ്യുന്നത്, എൻ്റെ ഒരു ഗട്ട് ഫീലിങ്ങിൽ. കാരണം എനിക്ക് മെഷറിങ് സാധനങ്ങളെല്ലാം ഇനി വാങ്ങണം ഇഫ് ഐ എം ഗോയിങ് ടു ഡു ദിസ് ഇൻ ഫ്യൂച്ചർ. അതുകൊണ്ട് എൻ്റെ ഈ അളവുകളെയും ഇതിനെ ഒന്നും സീരിയസ് ആയിട്ട് എടുത്ത് ട്രൈ ചെയ്യരുത്. ഇഫ് യു വോണ്ട് ടു ട്രൈ അറ്റ് യുവർ ഓൺ റിസ്ക്, യുനോ. ഇതിലേക്ക് ഇത്തിരി വാം വാട്ടർ, മിൽക്ക്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1% ഫാറ്റുള്ള മിൽക്കാണ്. സോൾട്ട് ആൻഡ് ഷുഗർ. ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോമിലായിട്ടുണ്ട്. ഇത് നമ്മളിനി റെഫ്രിജറേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാൻ പോവാം. ഇനി നമ്മൾ ചെയ്യുന്നത്, ഈ ബട്ടർ പേപ്പറിനെ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഫോൾഡ് ചെയ്യും. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് വിസിബിൾ, ബട്ട് യാ, ഇങ്ങനെ ഒരു രീതിയിൽ നമ്മളിതിനെ ഫോൾഡ് ചെയ്യാണ്. ആക്ച്വലി ബട്ടർ മുറിക്കുന്നത് നല്ല പാടുള്ള പണിയാണ് കേട്ടോ. സംഭവം ഭയങ്കര സോഫ്റ്റായിട്ടൊക്കെ കാണുമെന്നുണ്ടെങ്കിലും കട്ടിയുള്ള പണി ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിലേക്കാളും എക്സ്പ്രഷൻ ഇടുന്ന എൻ്റെ മുഖമാണ്. ബട്ടർ നല്ല കണ്ടോ മെൽറ്റായി വരുന്നുണ്ട്. ആൻഡ് നമ്മുടെ ബട്ടർ ഷീറ്റ് ഇപ്പോൾ ഈ ഒരു രീതിയിലോട്ടായിട്ടുണ്ട്. നൗ ദിസ് ഈസ് ഗോയിങ് ടു റെഫ്രിജറേറ്റ് ഫോർ സം 20 minutes. ഇതൊരു കണ്ടോ നല്ലൊരു ഫോമിൽ ആയി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ പെട്ടെന്ന് മെൽറ്റായി പോകുന്നുണ്ട്. ഇവിടെ നിന്ന് അത്ര ടെമ്പറേച്ചറും ഇല്ല. മേ ബി ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, ഐസ്ക്രീമിൻ്റെ ക്രീം തേക്കുന്ന പോലെ ഞാനിവിടെ ബട്ടർ തേക്കുന്നുണ്ട്. എല്ലാ പേസ്ട്രി ഷെഫ്സിനോടും ക്രോയിസൻ ഷെഫ്സിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇത് മതി ആക്ച്വലി, കാരണം ഇത് നമുക്ക് ഫോൾഡ് ചെയ്യണം. നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് ദാറ്റ് ഞാനിതിന് നല്ലൊരു ഗുഡ് സ്പ്രെഡ് കൊടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതിനെ ഒന്ന് ഇങ്ങനെ ചെയ്യാം. കാര്യം ഞാൻ പറയാം, ഇറ്റ് സ്മെൽസ് സോ ഗുഡ്, ലൈക്ക് സോ ഗുഡ്. ആ ബട്ടറിൻ്റെ മണമുണ്ടല്ലോ, ഇങ്ങനെ ഫുഡൊന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് തന്നെ മതി. അങ്ങനെയല്ല, ബട്ട് എങ്കിലും ആ മണം അടിച്ചിട്ട് ചില സമയം നമുക്ക് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മണം അടിച്ച് നമ്മുടെ വയറ് നിറയത്തില്ലേ? എനിക്ക് ആ ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഇവിടെ ബട്ടർ ഇത്തിരി പൊട്ടി പുറത്തു വന്നു. ബട്ട് ബട്ടർ അല്ലേ, നമ്മൾ പിന്നെ എടുത്ത് അതിനകത്തോട്ടങ്ങ് തേക്കും. അല്ല പിന്നെ നമ്മളോട് കളി. സംഭവം ഞാൻ കണ്ട പോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് ഫോൾഡ് ചെയ്യാം. ഇത്തവണ ഈ ബുക്ക് ചെയ്യുന്ന പോലെ നമ്മൾ 2 ഭാഗത്തുനിന്നും. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഗിംബലിൻ്റെ ചാർജ് തീർന്നു പോയതുകൊണ്ട് ഞാൻ എൻ്റെ നോർമൽ ട്രൈപോഡിലെടുത്ത് ഷൂട്ട് ചെയ്തതാണ്. ഇപ്പം ഞാൻ പോയി നോക്കുമ്പോഴാണ് കാണുന്നത് എൻ്റെ ഇവിടം വരെ കാണുന്നുള്ളൂ. ഇനി എനിക്കത് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, എക്സ്ക്യൂസ് ഫോർ ദാറ്റ് ഓൾസോ. ആ ബട്ടർ മെൽറ്റ് ആവുന്ന ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അത്യാവശ്യം പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒന്ന് ഒരിത്തിരി ഒന്ന് ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന അങ്ങ് പോട്ടെ.
ഇവിടെ ഇത്രയും ടെമ്പറേച്ചർ ഇല്ല, പക്ഷേ എന്താണെന്നറിയില്ല പെട്ടെന്ന് മെൽറ്റ് ആവുക ബട്ടർ. ആൻഡ് ഐ റിയലൈസ്ഡ് ഓൾസോ, ഞാൻ ഈ ബട്ടർ ഇത് അങ്ങനെ തേച്ച് പിടിപ്പിച്ചില്ലേ, അവിടെ വെച്ചിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. കാരണം ബട്ടർ ഇങ്ങനെ നല്ലപോലെ ഈ പേപ്പറിൽ നിന്ന് ഇളകി വരത്തക്ക രീതിയിൽ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യണമായിരുന്നു. ബട്ട് വി ആർ ഗോയിങ് ടു ഡു ദ റെസ്റ്റ്. ഓക്കെ, ഞാനിതിപ്പോൾ പിന്നെ എടുത്ത് ഞാൻ ഒരു ഫോൾഡോടെ ചെയ്തു. വീഡിയോ എത്ര മണിക്കൂർ ലോങ് ആയിരിക്കും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുക്ക് ചെയ്യുന്ന ഫുൾ ടൈമിൻ്റെ ഞാൻ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ കട്ട് ചെയ്യാനായിട്ട് പോവാം. ഇത് എത്ര നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മൾ ഫസ്റ്റ് ഇതിനെ ഒന്ന് ഈവൻ ഔട്ട് ചെയ്യും. നമുക്കൊരു 5 ക്രോയിസൻസ് കിട്ടും. ഇത്രയും നേരത്തെ വർക്ക് 5 മാത്രമേ ഉള്ളൂ. അതാലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. ഇവിടെ ഇത്രയും നമുക്ക് നല്ലൊരു ലെയറായിട്ട് കിട്ടും. ഐ ഹോപ്പ് ഇതിനെ ഒന്ന് നല്ലപോലെ ബേക്കായിട്ട് ഇത് വരുമ്പോഴത്തേക്ക് ഇതിനുള്ള സ്പേസ് കാണുമെന്ന് തോന്നുന്നുണ്ട്. ജസ്റ്റ് ഇത്തിരി ഹോട്ട് വാട്ടർ ഈ ട്രെയിലേക്ക് എടുത്ത് എന്നിട്ട് നമ്മളിത് അവൻ്റെ അല്ല ഇതിൻ്റെ അടിയിലേക്ക് വെക്കാണ്. ഡ്യൂഡ്, യെസ്. ഓക്കെ, ഈ മിൽക്ക് ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരാനായിട്ട് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്ലീനിങ് തീർന്നിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് ഡിഷസ് മാത്രം വാഷ് ചെയ്യാനായിട്ടേ ഉള്ളൂ. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് പ്രീ ഹീറ്റ് ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ ഇനി ഒത്തിരി ഒന്ന് ഹോട്ട് വാട്ടർ ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. ജസ്റ്റ് ടു കീപ് ദ മോയ്സ്ചർ ലെവൽ റൈറ്റ് ഇൻ ദ അവൻ. സോ ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. നമുക്ക് ആ ടൈമിൽ ഇത്തിരി കോഫി ഇടാം. സോ ബിക്കോസ് കോഫി ആൻഡ് ക്രോയിസൻ ഇറ്റ്സ് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ക്രോയിസൻ്റ് ഇവിടെ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. പക്ഷേ സി